മോളുടെ അടുത്ത് പോയി. അതിൻ്റെ ഇടയിൽ റിട്ടയർ ചെയ്തതിന് ശേഷം മോള് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ മോളുടെ അടുത്ത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് മോളുടെ അടുത്ത് യൂറോപ്പിൽ പോയി. അത് ഒരു പ്രാവശ്യം പോയി വന്നു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും പോയി. അതിന് മുമ്പ് ഞാൻ ദുബായിക്ക് പോയിരുന്നു. അതും പോയിരുന്നു. ഫസ്റ്റ് ഞാൻ മോളുടെ അടുത്ത് പോണേക്കാട്ടിലും മുമ്പ് ആദ്യമേ ദുബായിക്ക് പോയിരുന്നു. അതെൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ദുബായി പോകണം. അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരെല്ലാവരുടെയും കൂടെ പിന്നെ എൻ്റെ മോൻ്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ അമ്മൂമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവനും എന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ദുബായിക്ക് പോയി. 5 ദിവസത്തെ ട്രിപ്പായിരുന്നു അത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് മോളുടെ കൂടെ പോയത്. ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഇതിനെപ്പറ്റി. അങ്ങനെ ഡോക്ടറുടെ ഒരു നല്ലൊരു ചികിത്സ ഇപ്പോൾ കിട്ടുന്നൊരു സമയമാണ്. നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ വിഷമിക്കുകയോ വേണ്ട. എനിക്ക് കോൺഫിഡൻ്റ് ആണത്. കാരണം അങ്ങനെ കൂടുതൽ ഒന്നും വരില്ല എന്നാണ് എൻ്റെ ഒരു ഡോക്ടറുടെ സപ്പോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. ആൻറ്റിക്ക് എനിക്ക് സ്റ്റേജ് 2 ഡയഗ്നോസ് ആയത്. ആൻറ്റിക്ക് ഏത് സ്റ്റേജിലാണ്, ഏത് ഏജിലാണ്, ആൻഡ് ആൻറ്റിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ, എല്ലാവർക്കും ഷെയർ ചെയ്യാമോ? എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് തന്നെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ആകെ ഒരു ചെറിയ സൂചി കുത്തുന്ന പോലെ ഒരു ചെറിയ വേദന മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ബ്രസ്റ്റിലായിരുന്നു, വലതുവശത്താൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ തന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ആദ്യം സർജറി ചെയ്യാൻ പറഞ്ഞു. സർജറി കഴിഞ്ഞു കുത്തണ പോലെയുള്ള ഒരു വേദനയായിരുന്നു തോന്നി. അപ്പോൾ അത് ആദ്യമൊക്കെ ഞാൻ സാരമില്ലാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോട് പറഞ്ഞിട്ടാണ് ഞാനിത് അങ്ങനെ അറിഞ്ഞപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇവിടെ നാട്ടിൽ വന്നാണ് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഫസ്റ്റ് സ്റ്റേജാണ്, പേടിക്കാനൊന്നുമില്ല, ആദ്യം ഇത് കഴിയണം. അപ്പോഴാണ് മോളുടെ കല്യാണം വന്നുകൊണ്ട് അവർ പറഞ്ഞു എത്രയും വേഗം ആദ്യം സർജറി ചെയ്തോളൂ. അത് സർജറി ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യമേ തുടക്കത്തിൽ തന്നെ സർജറി ചെയ്തു. കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ കീമോ എടുക്കാൻ തോന്നി. 6 കീമോ ഉണ്ടായിരുന്നു. പിന്നെ കീമോ കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ 6 എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 6 കീമോയും കഴിഞ്ഞ് പിന്നെ 21 റേഡിയേഷൻ. എത്ര മാസം എടുത്തു മൊത്തത്തിൽ? 6 മാസമായി. 6 മാസം എടുത്തു. ഇടയ്ക്ക് ബ്രേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ബ്രേക്കൊന്നും വന്നില്ല. കറക്റ്റായിട്ട് പോയി ചെയ്യുന്നുണ്ട്. റേഡിയേഷനും അങ്ങനെ ബ്രേക്കൊന്നും വന്നില്ല. റേഡിയേഷൻ്റെ സമയത്ത് ഇവിടെ മോനുണ്ടായിരുന്നു. അപ്പോൾ അവൻ കറക്റ്റായിട്ട്, അപ്പോൾ അവൻ്റെ പഠിത്തം കഴിഞ്ഞു വേറെ സമയത്തൊക്കെ. അപ്പോൾ അതായത് 52 ആൻറ്റിക്ക് ഇങ്ങനെ ഇതെല്ലാം 6 മന്ത്സിൽ ബ്രേക്ക് എടുത്ത് ആൻഡ് ദെൻ വിത്തിൻ 3 days റേഡിയേഷൻ കഴിഞ്ഞിട്ട് ജോലിക്കും ജോയിൻ ചെയ്തു. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാകുമ്പോൾ നമ്മളെല്ലാം കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും കൃത്യമായിട്ടുള്ള ചികിത്സയും ട്രീറ്റ്മെൻറ്റിലും കൂടെ എല്ലാം മാറാവുന്ന ഒരു രോഗമാണ്. ഇത് ഇത്ര വലിയ രോഗം എന്നൊന്നും പറയാനില്ല. ഇപ്പോൾ അതിനുള്ള ധാരാളം നല്ല ട്രീറ്റ്മെൻറ്റുകൾ എല്ലാ സ്ഥലത്തും കിട്ടുന്നതുകൊണ്ട് നമ്മൾ പിന്നെ കുറേയൊക്കെ നമ്മുടെ മനസ്സിൻ്റേതാണ്. അതിനൊരു ഇത് കൊടുക്കും. നമ്മളുടെ മനസ്സിൽ സാരമില്ല എന്നുള്ള ആ ഒരു കുറേ ധൈര്യം നമ്മൾ സ്വയം കൊടുക്കണം. അപ്പോൾ പിന്നെ ഡോക്ടറുടെ സപ്പോർട്ടും പിന്നെ ദൈവത്തിൻ്റെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എത്രയും വേഗം മോചിതയാവാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഏതായാലും അതിനെപ്പറ്റി ഒരു ഇതില്ല, പിന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ എനിക്ക് മരുന്നുകളൊന്നുമില്ല. പിന്നെ ഇപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞത് ഷുഗർ കൺട്രോൾ ചെയ്യണം, ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്യണം. അങ്ങനെ മാത്രം അങ്ങനെ എനിക്ക് വന്നത് അതുകൊണ്ടാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്ത് പോകാനാണ് ഇപ്പോൾ എന്നോട് ഡോക്ടർ ഇത് പറയുന്നത്. ചെല്ലുമ്പോഴൊക്കെ ഓരോ പ്രാവശ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, മാമോഗ്രാം ചെയ്യാം. ഇപ്പോൾ ഏതായാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് തന്നെയാണെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയ